നവരാത്രി ദിനത്തിലെ 5ാമത്തെ ദിവസം ദേവി സ്കന്ദമാതയെ സ്മരിക്കുന്ന, ആവാഹിക്കുന്ന ആ എനർജിയെ നമ്മളെ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന ദിവസം. സോ നമുക്കറിയാം ദേവി സ്കന്ദമാത, ഓം ദേവി സ്കന്ദമാതേ നമ എന്നാണ് നമ്മുടെ മന്ത്രം. നമുക്കറിയാം സ്കന്ദമാത എന്ന് പറയുന്നത് അറുമുഖന്റെ അമ്മയാണ് അല്ലെ. അറുമുഖൻ, സുബ്രഹ്മണ്യൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അമ്മയാണ്. സോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് വേറൊരു കാര്യമാണ്. കളർ ഗ്രീൻ ആണ് മന്ത്രം നമ്മൾ പറഞ്ഞു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം സൃഷ്ടി. അതായത് മാതാവ്, നമുക്കറിയാം മാതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? സൃഷ്ടിക്ക് കാരണമാകുന്നത്. പിന്നെ സ്നേഹം, കരുണ, ദയ, വാത്സല്യം എന്നീ വികാരങ്ങളിൽ അല്ലെ. പിന്നെയുള്ളത് പോഷണം, സംരക്ഷണം. ഒരമ്മയുടെ ഡ്യൂട്ടികളാണ് അതൊക്കെ. അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരമ്മ എന്ന് പറയുമ്പോൾ. സോ നമ്മൾ ഒരു മാതാവ് ഒരു പുത്രനെ അല്ലെങ്കിൽ പുത്രി, ഒരു സന്താനത്തെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും സൃഷ്ടിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ നമുക്ക് സൃഷ്ടിക്കാം. എങ്ങനെയാണെന്നല്ലേ, അതെങ്ങനെയാണെന്നറിയോ? അതായത് നമ്മൾ ഒരു സങ്കല്പമാണ്. അതായത് നമ്മുടെ ജീവിതത്തെ 6 മുഖങ്ങളുള്ള ഒരു 6 കാര്യങ്ങളെ കൊണ്ട് ഷേപ്പ് ചെയ്യുന്ന ഒരു സൈക്കിളാണെന്ന് വിചാരിക്കും. നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന സൃഷ്ടി, സ്ഥിതി, പരിപാലനം, അതൊരു 6 സൈക്കിളാണെന്ന് വിചാരിക്കും. സോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവർത്തികൾ, വികാരങ്ങൾ ഇവ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് നല്ലതായിരിക്കാം, മോശമായിരിക്കാം. ഇവിടെ നമ്മൾ ചിന്തകൾ എന്താ ചെയ്യുന്നത്? വിത്തിടാണ് അല്ലേ. ദെൻ വാക്കുകൾ എന്താ ചെയ്യുന്നത്? ആ വിത്തിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. വാക്കുകൾ നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ സെറ്റാക്കി വയ്ക്കുന്ന പോലെ. ദെൻ വരുന്നത് പ്രവർത്തികളാണ്. പ്രവർത്തികൾ എന്താ? അതിൻ്റെ റിസൾട്ട് തരുന്നുണ്ട്. നല്ലതായാലും പൊട്ടയായാലും എന്ത് പ്രവൃത്തിയാണോ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അല്ലേ. പിന്നെ വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ്. നമുക്കറിയാം നമ്മുടെ ഉള്ളിലെ സമാധാനം, സന്തോഷം, സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ഈ 4 വികാരങ്ങൾ ടോപ്പ് മോസ്റ്റ് പവർഫുൾ വികാരങ്ങളാണ്. ഈ വികാരം നമുക്കറിയാം. ഒരമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ 4 വികാരങ്ങളും ഉള്ള ഒരമ്മയുടെ സന്താനം അത്രയും നല്ല സ്വഭാവ ഗുണങ്ങളും എല്ലാം തികഞ്ഞ ഒരാളായിരിക്കുന്നു അറിയാം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെയാണോ എനിക്ക് നെഗറ്റീവ് ഇമോഷൻസ് പ്രഗ്നൻസി ടൈമിലുണ്ടായിട്ടുള്ളത്, അത് വേറൊരു സൈഡിൽ പോയിട്ടുണ്ട്. ദെൻ ഞാൻ എങ്ങനെയാണോ ഈ ഫീലിങ്സ്, നല്ല പോസിറ്റീവ് ഇമോഷൻസ് ഞാൻ ആ പ്രഗ്നൻസി ടൈമിൽ കോൺഷ്യസ്ലി ഞാനത് അവെയറായി കീപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ കൊണ്ടു തന്നിട്ടുള്ളത്. അത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ അത് തെളിവായിട്ടുണ്ട്. സോ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചാണ് പറഞ്ഞു വന്നത്. ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇമോഷൻസ്, ഈ 4 കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നുണ്ട്. ദെൻ അടുത്തത് വരുന്നത് എന്താ? ഒരമ്മയുടെ നെക്സ്റ്റ് കാര്യങ്ങൾ എന്താ പറയുന്നത്? ആ സൃഷ്ടിച്ച കാര്യത്തെ, അതായത് പുത്രനെ അല്ലെങ്കിൽ പുത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യും? പോഷണം, നമ്മൾ വെള്ളവും വളമൊക്കെ കൊടുത്ത്, നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മളതിനെ നർച്ചർ ചെയ്യും അല്ലെ, പോഷിക്കും, വളർത്തി വലുതാക്കാൻ ശ്രമിക്കും. ദെൻ പരിപാലിക്കും. വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക? അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പരിപാലിച്ച് കൊണ്ടുപോകാമെന്ന് നമ്മൾ നോക്കും അല്ലേ. അങ്ങനെയാണല്ലോ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു എന്ത് കാര്യമായാലും, ഒരു മരത്തിനായാലും ഒരു കുട്ടിയായാലും എന്ത് കാര്യത്തിനായാലും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ, ലൈഫിനെ വേണ്ട, നമ്മൾ സ്വയം, അതായത് നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, വികാരങ്ങൾ എന്നിവയെ കൊണ്ട് നമ്മൾ സ്വയം ശ്രദ്ധിക്കണം. അതാണ് സെൽഫ് ലവ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും ഒരമ്മ മക്കളെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും നമ്മൾ കൊണ്ടു നടക്കണം. ഓക്കെ, നമ്മൾ സൃഷ്ടിക്കണം. ആദ്യം നമ്മൾ സൃഷ്ടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ അതുപോലെ തന്നെ നർച്ചർ ചെയ്ത് പരിപാലിച്ച് നമ്മൾ വെള്ളവും ഭക്ഷണം, നമ്മുടെ ടൈം, എനർജി, ഫോക്കസ് എല്ലാം വിട്ടുകൊടുത്ത് നമ്മൾ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഈ 4 പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ സൃഷ്ടിച്ച് ദെൻ നമ്മുടെ ടൈം, എനർജി, ഫോക്കസ്, നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹം, കരുണ, മനസ്സിൻ്റെ ശക്തി, ആത്മവിശ്വാസം അല്ലെ. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി, ആത്മവിശ്വാസം, ധൈര്യം, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ വളർത്തി
വലുതാക്കി കൊണ്ടുപോകണം. എന്തൊരു സാഹചര്യങ്ങൾ ഒരു അമ്മയുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. അമ്മയുടെ ഇമ്പോർട്ടൻസ് അല്ല, അമ്മയുടെ ഒരു ശക്തി എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ സകല ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ തരണം ചെയ്യാൻ നോക്കില്ലേ, അതിനെ പ്രതിരോധിക്കാനോ അതിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ ശ്രമിക്കില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ആ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരു അമ്മയായി കണ്ട് നമ്മളൊരു അമ്മയായി കണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ആ ജീവിതത്തിൻ്റെ അമ്മയായി കണ്ട് നമ്മൾ അതുപോലെ തന്നെ അത്രയും ശ്രദ്ധ കൊടുത്ത് ഞാനുണ്ട് നിൻ്റെ കൂടെ, നിനക്ക് എന്ത് വന്നാലും ഞാനുണ്ട്, എൻ്റെ ലൈഫിൻ്റെ ഉത്തരവാദിത്തം 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് കരുതി നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഓക്കെ, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. ഒരു മാതാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാതാവാണ് നമ്മൾ. സോ ഇതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റിലുള്ളവരിലും ആ ഒരു റിഫ്ലക്ഷൻ, ആ ഒരു എനർജി എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കും. ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ലെങ്കിൽ കൂടിയും നമ്മളിലുണ്ടാകുന്ന ആ മാറ്റം മറ്റുള്ളവരിൽ എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യും. അത് അനുഭവമുണ്ടേ. സോ അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. സോ പറഞ്ഞു തന്നത് എന്തായിരുന്നു, നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, വികാരങ്ങൾ എന്നിവ കൊണ്ട് നമ്മൾ ജീവിതത്തെ സൃഷ്ടിക്കുന്നു. ദെൻ ആത്മവിശ്വാസം, മനധൈര്യം, സ്നേഹം, കരുണ, ടൈം, എനർജി, ഫോക്കസ്, ഇവയൊക്കെ കൊണ്ട് നമ്മൾ അതിനെ നർച്ചർ ചെയ്യാൻ ശ്രമിക്കുന്നു. ദെൻ വരുന്നത് നമ്മൾ വളർത്തി വലുതാക്കി അതിനെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കണ്ടേ, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് കൊടുക്കണ്ടേ. അതെല്ലാം എന്താ നമുക്ക് വേണ്ടത്, കൺസിസ്റ്റൻസി വേണം അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ മുഖം വരുന്നത് ലെറ്റിംഗ് ഗോ, അതായത് സാക്രിഫൈസ് അല്ലേ. ഒരമ്മയുടെ ഒരു ഭാവം എന്ന് പറയുന്നത് ത്യാഗമനോഭാവമാണ്. നമ്മൾ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഒരു അമ്മ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുന്നത് അല്ലേ. സോ കുറച്ച് നാൾ ആ ഒരു കാലഘട്ടം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും. നമ്മളെ സെർവ് ചെയ്യാത്ത, നമ്മളെയോ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ ചുറ്റുമുള്ളവരെയോ സെർവ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, പറയാൻ എളുപ്പമാണ്, പക്ഷെ ശ്രമിച്ചു നോക്കിയാൽ നമുക്കത് പറ്റും. നമുക്ക് പിന്നെ അത് ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ വരുന്നത് ഡിറ്റാച്ച്മെൻറ്റ്, അതായത് നമുക്ക് ഒരു കാര്യത്തോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, നമുക്ക് മക്കളോടായാലും അല്ലേ. നമുക്കറിയാം, മാമ്പൂവും കണ്ട് മക്കളെയും കണ്ട് കൊതിക്കരുതെന്നോ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, നമുക്കറിയാം. അതായത് ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്തൊരു കാര്യത്തിലും മക്കളോടായാലും ഭർത്താവിനോടായാലും ഏതൊരു റിലേഷനോടായാലും ഏതൊരു സാധനത്തിനോടായാലും ഈവൻ നമ്മളോട് തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഒരിക്കലുണ്ടായത്. നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാവുമ്പോഴാണ് നമ്മൾ സെൽഫ് ലവ് മാറിയിട്ട് നമ്മളതൊരു എന്താ പറയുക, ഇപ്പോൾ സെൽഫിഷ് ആവുന്നത് അല്ലേ. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, സെൽഫ് ലവ് മാറി സെൽഫിഷ് ആവുന്നത് നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലാവുമ്പോഴാണ്. അപ്പോൾ നമ്മളോട് സ്വയം ഡിറ്റാച്ച്ഡ് ആവണം, നമ്മുടെ ലൈഫിനോട് ഡിറ്റാച്ച്ഡ് ആണ്, നമ്മുടെ ചുറ്റുമുള്ളവരോട് ഡിറ്റാച്ച്ഡ് ആയിട്ട് അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് വലുതാക്കി കൊണ്ടുപോകാൻ പറ്റും, പിന്നെ പരിപോഷിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ലൈഫിനെ. ദെൻ ഈ 6 സൈക്കിളും അടുത്ത കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊരു ഒരു മോനോ ഒരു മോളോ ഉണ്ടായി, നമ്മളതിനൊരു സ്റ്റേജ് വരെ ഈ ഘട്ടങ്ങളൊക്കെ കടന്ന് നെക്സ്റ്റ് നമ്മളെന്താ അടുത്തൊരു മോള് അല്ലേ. നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, പ്രസവവേദന എത്ര വലിയ വേദനയാണെന്ന് പറഞ്ഞാലും എത്ര വലിയ സ്ട്രഗിൾ കൂടെ കടന്നു പോകാൻ വെച്ചാലും നമുക്കൊരാഗ്രഹം ഉണ്ടാവും. സോ നമ്മൾ ഈ ലൈഫിലെ ഓരോ കാര്യത്തെയും ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഈ 6 സൈക്കിളിലൂടെ നമ്മൾ കടത്തി വിട്ട് നല്ലതായിട്ട് കടത്തി വിട്ട് അതിനെ സാധിച്ചെടുക്കുക, അതിനെ ഓക്കെ ആക്കുക. ഒരു ബിസിനസ് ആയാലും നമ്മളൊരു ബിസിനസ്സിന് ഈ കാര്യങ്ങൾ കൂടെ കൊണ്ടുപോയി സൃഷ്ടിച്ച് വളർത്തി വലുതാക്കി പരിപാലിച്ച് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അതിനെ വിട്ടുകൊടുത്ത് നെക്സ്റ്റ് ലെവലിലേക്ക് മാറാൻ നോക്കുക, നെക്സ്റ്റ് ബിസിനസ്സിലേക്ക് മാറാൻ നോക്കുക. ഇതുപോലെ തന്നെ ലൈഫിലെ ഓരോ കാര്യങ്ങളും നമ്മളൊരു ചെറിയ അച്ചീവ്മെൻറ്റ് നേടി അതിനെ വളർത്തി വലുതാക്കി അതിനെ വിട്ടുകൊടുത്ത് നെക്സ്റ്റ് കാര്യത്തിലേക്ക് അങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ആൻഡ് ബിസിനസ്, നമ്മുടെ ലൈഫ് ഒരു സോൾഫുൾ മാഗ്നറ്റിക് ആർട്ടാക്കി മാറ്റാൻ പറ്റും. അതെങ്ങനെ സ്മാർട്ട് ഗോൾ, അതായത് നമ്മുടെ ലൈഫിനെയും ബിസിനസ്സിനെയും എങ്ങനെ സ്മാർട്ടാക്കി മാറ്റാം, സ്മാർട്ട് ഗോളാക്കി മാറ്റാം. സോൾഫുൾ മാഗ്നറ്റിക് ആർട്ട് എന്നാണ് സ്മാർട്ട് എന്നുള്ളതിന് ഞാൻ കണ്ടെത്തിയൊരു പുതിയ ഡെഫിനിഷൻ.
സോ ഇതിനെങ്ങനെ മാറ്റാം എന്നുള്ളതിന് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. സോ സ്കന്ദമാത നമ്മുടെ ജീവിതത്തിൻ്റെ സൃഷ്ടിയുടെ അമ്മ, നമ്മൾ 6 മുഖങ്ങളുള്ള നമ്മുടെ ലൈഫിൻ്റെ സൃഷ്ടിയുടെ കാരണമാവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു. നമസ്തേ.